വയനാട് സ്വദേശി ഹേമചന്ദ്രൻ കൊല്ലപ്പെട്ട കേസിൽ DNA പരിശോധനാ ഫലം വൈകുന്നതിനെതിരെ കുടുംബം മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകി. ഇത്തരം കേസുകളിൽ 4 ദിവസം കൊണ്ട് DNA പരിശോധന ഫലം ലഭിക്കണമെന്നിരിക്കെ 1.5 മാസം കഴിഞ്ഞിട്ടും ഫലം ലഭിക്കാത്തത് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നാരോപിച്ച് ഹേമചന്ദ്രന്റെ ഭാര്യ സുബിഷ രംഗത്തെത്തി. ഹേമചന്ദ്രന്റെ മകളുടെയും അമ്മയുടെയും DNA സാമ്പിളുകളാണ് ആദ്യം പരിശോധനയ്ക്ക് എടുത്തത്. 1 മാസം കഴിഞ്ഞും ഫലം ലഭിക്കാതെ വന്നപ്പോൾ കുടുംബത്തിലെ ഒരു പുരുഷന്റെ സാമ്പിൾ കൂടി എടുക്കണമെന്ന് പറഞ്ഞു. അത് നൽകിയിട്ടും പരിശോധനാ ഫലം ലഭിക്കുന്നില്ല. ഫലം വൈകിയതിനാൽ ആശങ്കയും പേടിയും ഉണ്ടെന്ന് സുബിഷ പരാതിയിൽ പറയുന്നു. മൃതദേഹം കിട്ടാത്തതിനാൽ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല. അന്ത്യകർമ്മം ചെയ്താലേ വീട്ടുജോലി ചെയ്ത് ജീവിക്കുന്ന തനിക്ക് ജോലിക്ക് പോകാനാവൂ എന്നും സുബിഷ പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം ഉടൻ വിട്ടു നൽകാൻ നിർദ്ദേശം നൽകണമെന്നും കുടുംബം പരാതിയിൽ ആവശ്യപ്പെടുന്നു. 1.5 വർഷം മുമ്പ് കോഴിക്കോട്ട് നിന്നും കാണാതായ വയനാട് ബത്തേരി സ്വദേശി ഹേമചന്ദ്രന്റെ മൃതദേഹം ഇക്കഴിഞ്ഞ ജൂൺ 28-നാണ് നീലഗിരിയിലെ ചേരമ്പാടി വനമേഖലയിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപമുള്ള മായനാട് നടപ്പാലത്തുള്ള വാടക വീട്ടിൽ നിന്ന് ടൗണിലേക്കാണെന്ന് പറഞ്ഞുപോയ ഹേമചന്ദ്രനെ കാണാനില്ലെന്ന് 2024 ഏപ്രിൽ 1-നാണ് ഭാര്യ മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകിയത്. തുടർന്നുള്ള അന്വേഷണമാണ് നാടകീയ സംഭവ വികാസങ്ങൾക്ക് ശേഷം കൊലപാതകമാണെന്ന സൂചനയിലേക്ക് എത്തിയത്. റിയൽ എസ്റ്റേറ്റ്, സ്വകാര്യ ചിട്ടി കമ്പനി, റെന്റേക്കാർ തുടങ്ങിയ ഇടപാടുകൾ നടത്തിവന്ന ഹേമചന്ദ്രൻ 20 ലക്ഷത്തോളം രൂപ പലർക്കും നൽകാനുണ്ടായിരുന്നു. സാമ്പത്തിക തർക്കത്തെ തുടർന്നാണ് പ്രതികൾ ഹേമചന്ദ്രനെ കൊന്ന് കുഴിച്ചിട്ടതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സുൽത്താൻ ബത്തേരി സ്വദേശി നൌഷാദ്, ജ്യോതിഷ് കുമാർ, അജേഷ്, വൈശാഖ് തുടങ്ങിയവരാണ് കേസിലെ പ്രതികൾ. മുഖ്യപ്രതിയായ നൌഷാദിനെ വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയപ്പോൾ ബംഗളൂരു വിമാനത്താവളത്തിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.